ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് കോമണർ ആയിട്ടുള്ള അനീഷ്. ഇതുവരെ ബിഗ് ബോസ് സീസണുകളിൽ കണ്ട ഏറ്റവും ശക്തനായിട്ടുള്ള കോമണർ മത്സരാർത്ഥി എന്നുള്ള വിശേഷണവും അനീഷിന് ആദ്യ ആഴ്ചയിൽ തന്നെ സ്വന്തമായിരുന്നു. കാരണം അതിനൊത്ത പ്രകടനമായിരുന്നു അനീഷ് കാഴ്ചവെച്ചതും. അവിടെ നിന്ന് അങ്ങോട്ട് അനീഷ് തന്റേതായിട്ടുള്ള പാത വെട്ടിത്തെളിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും മൂന്നാം വാരത്തിൽ എത്തി നിൽക്കുമ്പോൾ കാര്യങ്ങൾക്കൊന്നും വ്യത്യസ്തമല്ല. ഈ ആഴ്ച ആദ്യം മുതൽ തന്നെ അനുമോളായിരുന്നു ശ്രദ്ധാകേന്ദ്രമായിട്ട് തോന്നിയത്. മിക്ക വീട്ടുകാരും അനുമോളെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് പോലെയായിരുന്നു ആദ്യമൊക്കെ തോന്നിയത്. ഇതിലെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നതാകട്ടെ അനീഷും അക്ബർ സഖ്യമായിരുന്നു. ഇവർ പലപ്പോഴും അനുമോളെ പ്രകോപിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് പതിവായിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ അനീഷ് വീണ്ടും ട്രാക്കിലേക്ക് കയറിയിരിക്കുന്നത്. മറ്റ് മത്സരാർത്ഥികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അനീഷ് കൃത്യമായിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമാണ് കളിക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. വേണ്ടപ്പോൾ നിശബ്ദനായിട്ട് ഇരിക്കാനും അതുപോലെ ശബ്ദിക്കേണ്ടടുത്ത് അത് ചെയ്യാനൊക്കെ അനീഷിന് അറിയാമെന്ന് പല പ്രേക്ഷകരും നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. അനീഷിന്റെ മത്സര ബുദ്ധിയുടെ ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അതായത് ത്യാഗസന്നദ്ധരായ ഒരാളെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിടാൻ ബിഗ് ബോസ് അറിയിച്ചിരുന്നു. തുടർന്ന് നറുക്കെടുത്തപ്പോൾ ആദിലേക്ക് നൂറയ്ക്കും നറുക്ക് വീഴുകയായിരുന്നു. എന്നാൽ ഇവിടെ ഉണ്ടായ സംഭവ വികാസം എന്തെന്നാൽ പണിപ്പുരയിലെ 750 പോയിന്റിന് പകരം അവർ കുടുംബത്തെ കൊണ്ടുവരാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. അടുത്ത ടാസ്കിലാണ് ഏറ്റവും മികച്ച നിമിഷങ്ങൾ ഉണ്ടായത്. ഈ ഒരു ടാസ്കിൽ 3 ധൈര്യശാലികളെ തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് ആദ്യം നിർദ്ദേശിച്ചത്. തുടർന്ന് ഇതനുസരിച്ച് മത്സരാർത്ഥികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ആര്യൻ, ജിസേൽ, അനീഷ് എന്നിവരെയാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയത്. അവിടെയുള്ള കത്ത് വായിച്ച് അതുപോലെ ചെയ്യാനായിരുന്നു നിർദ്ദേശം. സീസൺ 7 അവസാനിക്കുന്നത് വരെ നിശബ്ദത പാലിക്കണമെന്നായിരുന്നു അനീഷിന്റെ കത്തിലുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ അനീഷ് മിണ്ടാട്ടവും നിർത്തി. ആര്യൻ വായിച്ച രണ്ടാമത്തെ കത്തിൽ മുന്നിൽ വെച്ചിരുന്ന ജ്യൂസ് കുടിക്കണം എന്നതായിരുന്നു. ജിസേൽ വായിച്ച കത്തിൽ തല മുണ്ടനം ചെയ്യണമെന്നും ഉണ്ടായിരുന്നു. ഇതോടെ കളി മാറി. സ്വിച്ചിങ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നിട്ടും അനീഷ് അപ്പോൾ തന്നെ നിശബ്ദതയിലേക്ക് പോയി ടാസ്ക് ആരംഭിച്ചതോടെ രംഗവും കൊഴുത്തു. ഇതോടെ സ്വിച്ചിങ് ആര്യനും ജിസേലും തമ്മിൽ മാത്രമായിട്ട് ബിഗ് ബോസിന് പോലും അമ്പരിപ്പിച്ചായിരുന്നു അനീഷിന്റെ നീക്കമുണ്ടായത്. എന്തെന്നാൽ ടാസ്ക് തുടങ്ങിയില്ല, ഇപ്പോൾ സംസാരിക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടും അനീഷ് മിണ്ടാൻ കൂട്ടാക്കിയില്ല. ഇതോടെ തലമുണ്ടനം ഭയന്ന് ടാസ്കിൽ നിന്ന് ആര്യനും പിന്മാറി. അങ്ങനെ പണിപ്പുരയിലേക്ക് പോകേണ്ട പോയിന്റ് 1000 കിട്ടുന്നതിന് പകരം ടാസ്ക് തോറ്റതായിട്ട് ബിഗ് ബോസ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെ പലരും അനീഷിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചെങ്കിലും പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് അനീഷിലെ ഗെയിമറിന്റെ വിജയം എന്നാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ അനീഷ് ഇതേ ഫോം നിലനിർത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അങ്ങനെയെങ്കിൽ അനീഷ് കപ്പ് തൂക്കുമെന്നുള്ളത് ഒരു വിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്.